ഈശ്വമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് പ്രത്യക്ഷീകരണം കഴിഞ്ഞു വരുന്ന ബുധനാഴ്ച മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 45 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ. ഈ സുവിശേഷ ഭാഗത്ത് ഈശ്വനാഥൻ കടലിന് മീതെ നടക്കുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടിരുന്നു, ഓരോ ദിവസത്തെയും ഈ പ്രത്യക്ഷീകരണ തിരുനാൾ കഴിഞ്ഞു വരുന്ന ഓരോ ദിവസത്തെയും വായനകൾ ഓരോ തരം പ്രത്യക്ഷീകരണങ്ങളെ കുറിച്ചാണ്. തിങ്കളാഴ്ച നമ്മൾ വായിച്ചു കേട്ടത് ഇരുളിൽ ഒരു പ്രകാശമായി കടന്നു വരുന്ന ഈശോയെ കുറിച്ചാണ്. അപ്പൊ അത് ജ്ഞാനത്തിന്റെ പ്രതീകമാണ്. രണ്ടാമത്തെ ദിവസം നമ്മൾ കണ്ടത് 5,000 പേർക്ക് വേണ്ടി അനുകമ്പയോടുകൂടി വർദ്ധിപ്പിച്ചു നൽകുന്ന ഈശോ. അത് സ്നേഹത്തിന്റെ പ്രതീകമാണ്. സ്നേഹവും കരുണയും. സ്നേഹത്തിന്റെ ജ്ഞാനത്തിലൂടെ ദൈവം മാനിഫെസ്റ്റ് ചെയ്യുന്നു, കരുണയിലൂടെ ദൈവം വെളിപ്പെടുത്തുന്നു. മൂന്നാമത്തത് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കടലിന് മീതെ നടന്നു വരുന്ന ഈശോയാണ് നമ്മൾ കാണുന്നത്. അവൻ കടലിന് മീതെ നടക്കുന്നത് കണ്ട് അതൊരു ഭൂതമായിരിക്കും അവർ കരുതി. അവർ നിലവിളിച്ചു. അവരെല്ലാവരും അവനെ കണ്ട് പരിഭ്രമിച്ചു പോയി. ഉടനെ അവൻ അവരോട് സംസാരിച്ചു, ധൈര്യമായിരിക്കും, ഞാനാണ്, ഭയപ്പെടേണ്ട. ഞാനാണ്. ഏഗോ എമീസും നമ്മൾ പഴയ നിയമത്തിൽ യഹോവ എന്ന് പറയുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്കാണ് ഇവിടെ ഞാനാണ് എന്ന് പറയുന്നത് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധേയമായ ഒരു വസ്തുത, മാർക്കോസ് സുവിശേഷം 6-ാം അധ്യായം 45 മുതൽ 52 വരെയുള്ള വാക്യങ്ങളാണ്. 46-ഉം 50-ഉം വാക്യങ്ങൾ ശ്രദ്ധേയമാണ്. 46-ാം വാക്യം പറയുന്നതിനാണ്, ഈ ശിഷ്യന്മാരെ മറുകരയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് അവൻ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയി. അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് പോയിരിക്കുകയാണെന്ന് അവർക്ക് വ്യക്തമാണ്. പ്രാർത്ഥിക്കാൻ പോയ ഈശോ 50-ാമത്തെ വാക്യം എത്തുമ്പോൾ അവർ കാണുന്നത് കടലിന് മീതെ നടന്നു വരുന്നതായിട്ടാ. പ്രാർത്ഥിക്കാൻ പോയ ഈശോ കടലിന് മീതെ നടന്നു വരുന്നു. ഇതാണ് ഈശോയുടെ വെളിപ്പെടുത്തൽ. അതായത് പഴയ നിയമത്തില് നമ്മൾ കാണുന്ന ദൈവം, നേരത്തെ കണ്ടിട്ടുള്ളതാണ് ഇതിനെക്കുറിച്ച്. പഴയ നിയമത്തിലെ ദൈവം എന്ന് പറയുന്നത് മോശയെയും ഇസ്രായേൽ ജനതയെ മുഴുവനും കടല് മുറിച്ച് മറുകരയിലേക്ക് കടത്തിയ ദൈവമാണ്. ഈജിപ്തിൽ നിന്നും ചെങ്കടൽ മുറിച്ച് പാതയുണ്ടാക്കി, വഴിയുണ്ടാക്കി, അതിലൂടെ മറുകരയിലേക്ക് എത്തി, കാനാൻ ദേശത്തേക്ക് പോയി. ഇപ്പൊ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും കീറി മുറിച്ച് വഴിയുണ്ടാക്കി തരുന്നൊരു ദൈവത്തെ കുറിച്ചാണ് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നത്. പക്ഷെ പുതിയ നിയമത്തിൽ ഈശോ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ കടല് മുറിയപ്പെടുന്നില്ല, വഴി ഒരുക്കപ്പെടുന്നില്ല, തിരകൾ അതേപടി നിൽക്കുന്നു. കടലിലെ തിരമാലകൾ ആഞ്ഞടിക്കുമ്പോഴും അതിനു മീതെ നടന്നു നീങ്ങുന്ന ഈശോ. എങ്ങനെ നടന്നു നീങ്ങാൻ സാധിച്ചു എന്നുള്ള ഈശോ പഠിപ്പിക്കുന്നത് 46-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അവൻ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയി. പ്രാർത്ഥിക്കുന്നവന്, ഈശോയുടെ കൂട്ടുപിടിക്കുന്നവന് ഈ കടല് മുറിക്കേണ്ട ആവശ്യമില്ല, വഴി ഒരുക്കേണ്ട ആവശ്യമില്ല, കടലിന് മീതെ നടക്കാൻ സാധിക്കും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കടലിന് മീതെ നടക്കാനായിട്ട് ഈശോ സഹായിച്ചു എന്നുള്ളത്. ഇതൊരു വളരെ മനോഹരമായൊരു സുവിശേഷഭാഗമാണ്. അതായത് പ്രാർത്ഥനയിലൂടെ വെളിപ്പെട്ട് കിട്ടുന്ന ദൈവത്തിന്റെ ശക്തി. എല്ലാ പ്രശ്നങ്ങളും, എല്ലാ കൊടുങ്കാറ്റും, എല്ലാ തിരമാലകളും ആഞ്ഞടിക്കുമ്പോഴും അതിനു മീതെ നടക്കാൻ ഞാൻ നിന്നെ ശക്തനാക്കും. നീ പ്രാർത്ഥിക്കുക, എന്നോട് ചേർന്ന് നിൽക്കുക. ഇതാണ് ഈ സുവിശേഷം നൽകുന്ന വെളിപ്പെടുത്തൽ, പ്രത്യക്ഷീകരണം, മാനിഫെസ്റ്റേഷൻ, എപ്പിഫനി. നമ്മൾ ഒന്നാമത്തെ ദിവസം വെളിച്ചമായി വരുന്ന ഈശോ ജ്ഞാനമാണ്. 2 സ്നേഹം, കരുണയായി വരുന്ന ഈശോ. 3-ാമത്തെ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ ശക്തിയായി നമ്മളോടൊപ്പം നിൽക്കുന്ന ഈശോ. ഇഫ് ഗോഡ് ഈസ് വിത്ത് മീ, ഹൂ ക്യാൻ ബി അഗെയിൻസ്റ്റ് മീ? ദൈവം എൻ്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കെതിരെ നിൽക്കും? ഇവിടെ നമ്മൾ വായിക്കുന്ന ഈ സുവിശേഷഭാഗത്ത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു വസ്തുത ഇതാണ്. ദൈവം നമുക്ക് പ്രാർത്ഥനയിലൂടെ നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തി തരും, ബലം നമുക്ക് നൽകും. നമുക്ക് അറിയാം, പത്രോസ് മറ്റൊരു സംഭവത്തിൽ നമ്മൾ കാണുന്നു. പത്രോസ് ഇത് കണ്ടിട്ട് നീ ആണെങ്കിൽ പറയുക, ഞാൻ അങ്ങോട്ട് വരട്ടെ. അപ്പോൾ ഇങ്ങനെ പത്രോസ് ഇറങ്ങി കടലിന് മീതെ നടന്നു തുടങ്ങുന്നുണ്ട്. പക്ഷെ അവന്റെ ശ്രദ്ധ കർത്താവിൽ നിന്ന് മാറി തിരകളിലേക്ക് വരുന്നു, അവൻ മുങ്ങിപ്പോകുന്നുണ്ട്, അവൻ വിശ്വാസം നശിക്കുന്നു. അപ്പോൾ വിശ്വാസം കുറഞ്ഞു പോയത് എന്താണെന്ന് ഈശോ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ കർത്താവിന്റെ കൈപിടിച്ച് നമ്മുടെ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും ബുദ്ധിമുട്ടുകളുടെയും ക്ലേശങ്ങളുടെയും കടൽ തിരമാലകൾക്ക് മുകളിലൂടെ നടന്നു നീങ്ങാൻ നമുക്ക് ശക്തി ലഭിക്കുമെന്ന് ഈശോ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഏത് പ്രശ്നം വന്നാലും പ്രതിസന്ധി വന്നാലും കർത്താവിന്റെ കൈപിടിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. അതിന് പ്രാർത്ഥന നമ്മളെ സഹായിക്കുന്ന, ഓർമ്മിപ്പിക്കുന്ന സുവിശേഷ ഭാഗമാണിത്. ഇപ്പം പ്രത്യക്ഷീകരണത്തിന്റെ 3-ാം ഭാഗമാണ് ഈ പ്രാർത്ഥനയിലൂടെ വെളിപ്പെട്ട് കിട്ടുന്ന ഈശോ നൽകുന്ന ബലം. ഇതാണ് നമ്മൾ ഈ സുവിശേഷഭാഗത്ത് വായിക്കുന്നത്. നമുക്ക് നമ്മുടെ ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനയെ കുറെ കൂടി മെച്ചപ്പെടുത്താൻ ശ്രമിക്കാം. വെറുതെ കുറെ പ്രാർത്ഥന ചൊല്ലി തീർക്കുക എന്നുള്ളതല്ല. പ്രാർത്ഥനയിലൂടെ ഞാൻ ക്രിസ്തുവുമായി കണക്ട് ചെയ്യപ്പെടുന്നുണ്ട്, എങ്ങനെ ക്രിസ്തുവിന്റെ ആ ചാർജ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം. അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും മീതെ
ആ തിരകൾക്ക് മീതെ ചവിട്ടി നടന്ന് ഈശോയോടൊപ്പം നടക്കാനുള്ളൊരു ബലം നമുക്കും കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് ശ്രമിക്കാം. പ്രാർത്ഥനയിലൂടെ വെളിപ്പെടുന്ന ഈശോയുടെ ബലം നമ്മളെ കൂടുതൽ ബലപ്പെടുത്തട്ടെ.